നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പാർലമെൻറ്റിൽ കുറച്ച് ആൾക്കാർ ഇരുന്ന് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നിയമസഭയിൽ കുറച്ച് ആൾക്കാർ കൂടിയിരുന്നിട്ടൊക്കെയാണ് ആ ഒരു പുതിയ നിയമം പാസ്സാക്കുന്നതും അതിനുശേഷം പിറ്റേ ദിവസം ജനങ്ങൾക്കിടയിലേക്ക് ആ നിയമം കൊണ്ടുവരികയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് കാനഡയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ നിയമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ് ജനങ്ങൾക്കിടയിലേക്ക് തന്നെ ഒരു അഭിപ്രായ സർവേ ഒക്കെ നടത്തിയതിന് ശേഷം ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കാൻ പോകുന്ന നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അതല്ല എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്നത് പോലും. ഇപ്പോൾ റീസെൻ്റായിട്ട് കാനഡയിൽ ഉണ്ടായിരിക്കുന്ന ഇമിഗ്രേഷനിലെ മാറ്റങ്ങൾക്കെല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത് പോലും ജനങ്ങൾക്കിടയിലേക്കൊരു സർവേ നടത്തിയതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് എത്ര പേരാണ് അതിനനുകൂലിക്കുന്നത് അല്ലെങ്കിൽ എത്ര പേർക്കാണ് എതിരഭിപ്രായമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ നിയമമൊക്കെ ഇപ്പം ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്നത് പോലും. ഉദാഹരണം പറയുകയാണെങ്കിൽ കാനഡയിലെ ഒണ്ടാരിയോയിൽ തന്നെ ഒരു മേജർ സിറ്റി ആയിട്ടുള്ള ടൊറൻറ്റോയിലെ ആൾക്കാരുടെ ഇടയിലേക്കെല്ലാം ഒരു പോൾ നടത്തുകയും അതിനുശേഷം അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ആ അഭിപ്രായ സർവേ നടത്തിയപ്പോൾ എന്തൊക്കെയായിരുന്നു റിസൾട്ട്? ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അഭിപ്രായം എന്താണ്? ഇമിഗ്രേഷൻ നിർത്തണമോ അതോ ഇമിഗ്രേഷൻ കൂട്ടണമോ? അങ്ങനെ ഒരു സർവേ നടത്തിയതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്നതാണ്, കാനഡയിലുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാർ മൈഗ്രൻസ് തന്നെയാണ്. അതായത് അവർ ഈ ജനറേഷനോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ജനറേഷനോ ആയിട്ട് കാനഡയിലേക്ക് കുടിയേറി പാർത്തവരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മൈഗ്രേഷൻ നിർത്തണം എന്നൊരു അഭിപ്രായമേ ഇല്ല. പക്ഷേ ഈ മൈഗ്രേഷൻ ഇപ്പം ചെയ്യുന്ന, പ്രത്യേകിച്ച് 2020 ശേഷം ഉണ്ടായിരിക്കുന്ന മൈഗ്രേഷൻ്റെ റൂളുകൾ അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ സർവേ റിപ്പോർട്ടുകളിലെല്ലാം സൂചിപ്പിക്കുന്നത്. 70% of Torontonians are in favor of welcoming newcomers. വർഷങ്ങൾക്ക് മുമ്പ് പല ആൾക്കാരോട് മൈഗ്രേറ്റ് ചെയ്ത സമയത്തൊക്കെ വളരെ ചെറിയ നമ്പറിലുള്ള ആൾക്കാർ മാത്രമേ കാനഡയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഓരോ ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്ന മുറയ്ക്കായിരുന്നു ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഇപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഹൗസിംഗ് ക്രൈസിസോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലുള്ള ഒരു പ്രോബ്ലംസോ ഒന്നും ആ കാലഘട്ടത്തിലില്ലായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിലൊക്കെ ഒരു ജോലി കിട്ടാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഹൗസ് റെൻറ്റിനെടുക്കാനും ഒന്നും ഇന്നത്തെ ഉള്ള രീതിയിലുള്ളൊരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. മാത്രമല്ല കാനഡയിലെ ഡെവലപ്മെൻറ്റ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഫേസിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 2020 ശേഷം ഇത്രയധികം മൈഗ്രേഷൻ്റെ എണ്ണം കൂടിയത് കാരണം ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകളാണ് കാനഡയിൽ ഒത്തിരി ആൾക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ക്രൈസിസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒക്കെ കാത്തിരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷനെ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധികളൊക്കെ മാറിയതിന് ശേഷം മാത്രം മൈഗ്രേഷൻ ഇനി കൂട്ടിയാൽ മതി എന്നാണ് ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം. ഇതിൽ തന്നെ ഏകദേശം 58% ആൾക്കാരും പറയുന്നത് ഇപ്പോഴത്തെ ഈ മൈഗ്രേഷൻ ഇത്രയും കൂടിയതാണ് ഇവിടെ ഹൗസിംഗ് ക്രൈസിസിനൊക്കെ ഉള്ളൊരു മെയിൻ കാര്യമെന്ന്. അതേപോലെ തന്നെ 50% ആൾക്കാർ പറയുന്നത് ഈ മൈഗ്രേഷൻ കൂടിയത് കൊണ്ടാണ് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു എമർജൻസി റൂമിലൊക്കെ ഇത്രയധികം ലോങ് വെയിറ്റിംഗ് ടൈമൊക്കെ വേണ്ടി വരുന്നതെന്നുള്ളത്. ഇതുകൂടാതെ തന്നെ ഏകദേശം ഒരു 52% പേര് പറയുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു 6 മാസം 8 മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഒരു ജോലി കിട്ടുന്നുള്ളൂ എന്നൊക്കെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ ഈ മൈഗ്രേഷനാണ് ഇത്രയധികം രൂക്ഷമാക്കിയെന്നുള്ളത്. 59% ആൾക്കാർ പറയുന്നത് കാനഡയിലെ ഇമിഗ്രേഷൻ കണ്ടിന്യൂ ചെയ്തോളൂ, പക്ഷേ അതൊരു വളരെ റെഡ്യൂസ് നമ്പറിലേക്ക് കുറയ്ക്കണമെന്നുള്ളതാണ്. അതേസമയം ഒരു 30% ആൾക്കാർ പറയുന്നത് കാനഡയിലെ ഇപ്പോൾ ഇമിഗ്രേഷൻ കുറച്ച് നാളത്തേക്കൊന്ന് നിർത്തിവെച്ചതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ബാലൻസ് ആയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതേസമയം ഒരു 10% ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ള ഒരു PR കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടെ ലിബറലായിട്ട് PR കിട്ടുന്ന രീതികൾ കുറച്ചുകൂടെ എളുപ്പമാക്കണമെന്ന് പറയുന്നത്. കാനഡയിലെ തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ മൈഗ്രൻസിനെ കൊണ്ട് തന്നെ അവർ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പല ആൾക്കാരും 2-3 വീടൊക്കെ മേടിച്ചിട്ട് അവരൊക്കെ റെൻറ്റിന് കൊടുത്താണ് അവർ ജീവിക്കുന്നത് പോലും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മൈഗ്രേഷന് കൂടുതൽ കൂട്ടണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ മാത്രമേ അവരുടെ വീടുകളിലൊക്കെ ആൾക്കാർ താമസിക്കത്തുള്ളൂ. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ റെൻറ്റ് കിട്ടി അവർക്ക് ഒരു അവരുടെ വീടിൻ്റെ മോർഗേജും അല്ലെങ്കിൽ പേയ്മെൻ്റ് എല്ലാം കൃത്യസമയത്ത് അടയാൻ പറ്റത്തുള്ളൂ.
നമുക്കറിയാവുന്നതാണ്. ഇപ്പം സ്റ്റുഡൻറ്റ് വിസയുടെ എണ്ണം കുറഞ്ഞതിന് ശേഷം ഒത്തിരിയധികം വീടുകളാണ് ഇപ്പോൾ റെൻറ്റിനൊക്കെ കൊടുക്കാനൊക്കെ ഒഴിഞ്ഞ് തന്നെ കിടക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2020 കാലഘട്ടത്തിലൊക്കെ ഒരു വീട് പോലും റെൻറ്റിനൊന്നും കിട്ടാതിരുന്ന കാലമൊക്കെ മാറി. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത് മൈഗ്രേഷൻ വീണ്ടും കൂട്ടണമെന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും മെജോറിറ്റി ആൾക്കാർ മൈഗ്രേഷനെ കൊണ്ടല്ല ജീവിക്കുന്നത് മൂലം തന്നെ അവരുടെ കുട്ടികളുടെ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി, അവർക്കൊരു അൺഎംപ്ലോയ്മെൻ്റ് ഒന്നും വരാതിരിക്കാനും ഒക്കെ വേണ്ടി മൈഗ്രേഷൻ ഒരു സ്ലോ ഫേസിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അവർ പറഞ്ഞതിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് ഇപ്പം പുതിയ ഒരു ഇമിഗ്രേഷനിൽ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നത് പോലും. മാർക്ക് കാർണി അധികാരത്തിൽ കയറി അന്ന് തൊട്ട് ഇമിഗ്രേഷൻ സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഒത്തിരിയധികം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറയുകയുണ്ടായി. ഈ അടുത്ത സമയത്ത് മൈഗ്രേഷനിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണം തന്നെ ജനങ്ങൾക്കിടയിൽ ഈ ഒരു അഭിപ്രായ സർവേ ഒക്കെ നടത്തിയതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.